സോ ഹലോ ഗൈസ്, അപ്പം എസ് എസ് എൽ സിയുടെ റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുമായിരിക്കുമല്ലോ എല്ലാവരും അല്ലേ. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 3 മണിക്ക് റിസൾട്ട് ഇടുമെങ്കിൽ പോലും നമുക്ക് 4 മണിയായിട്ടേ റിസൾട്ട് കിട്ടത്തുള്ളൂ. കാരണം പ്രസംഗവും അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് സമയം എടുക്കും സൈറ്റ് ഒന്ന് ഓപ്പൺ ആവാൻ. അപ്പം അപ്പോഴത്തേക്ക് കിട്ടത്തുള്ളൂ. ആൻഡ് നിങ്ങൾ ഇപ്പം നിങ്ങളുടെ ലൈഫിലെ ആദ്യത്തെ പബ്ലിക് എക്സാമാണ് എഴുതിയിട്ടിരിക്കുന്നത്. എനിക്കത് മനസ്സിലാവും. അതിന് എത്രത്തോളം നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ടെൻഷനുണ്ട് എല്ലാം എനിക്ക് മനസ്സിലാവും. കാരണം ഞാൻ ആ ഒരു ഫേസിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് പക്ഷെ നിങ്ങളെക്കാട്ടിൽ 2 പബ്ലിക് എക്സാം കൂടുതൽ എഴുതിയ ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, ഈ എസ് എസ് എൽ സി എന്ന് പറയുന്നത്, അല്ലെ എസ് എസ് എൽ സിയുടെ റിസൾട്ട് എന്ന് പറയുന്നത് ഈസ് നോട്ട് ദ എൻഡ് ഓഫ് യുവർ ലൈഫ്. കാരണം ആകെപ്പാടെ ആ സർട്ടിഫിക്കറ്റ് നമുക്ക് ഉപയോഗം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും അപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ ഈ എൻട്രൻസ് എക്സാമിനോ അതുപോലെ എന്തിനെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ്, അതായത് പേര്, അഡ്രസ്സ്, അതൊക്കെ നോക്കാനും, അതുപോലെ +1 നല്ലൊരു സ്കൂളിലേക്കുള്ള ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് മാത്രമാണ് ശരിക്കും എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ അതിൽ കവിഞ്ഞ് എസ് എസ് എൽ സി റിസൾട്ട് എന്ന് പറയുന്നത് അത്ര വലിയ ആനക്കാര്യമൊന്നുമല്ല. അത് കടന്നു പോകും, ഈ ഒരു നിമിഷം കടന്നു പോകും. നിങ്ങൾക്കിപ്പം ഒരുപക്ഷെ ഫുൾ A+ കിട്ടാത്തവരുണ്ടായിരിക്കാം. അത് ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കേണ്ട. അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ സൂയിസൈഡ് ചെയ്യുന്നതൊക്കെ കേസസൊക്കെ കേൾക്കാറുണ്ട്. പക്ഷേ അതിനുള്ളൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസത്തേക്ക് ഭയങ്കര ന്യൂസൊക്കെ ആയിരിക്കും. വേറെ കൂടിപ്പോയി കഴിഞ്ഞാൽ എങ്ങോട്ടും പോകത്തില്ല. നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു ദോഷം എന്ന് പറയുന്നത്. ആ ഒരു സങ്കടം പറയുന്നത്. അല്ലാതെ 2 ദിവസം കഴിയുമ്പം എല്ലാവരും അത് മറക്കും. എസ് എസ് എൽ സിയുടെ കാര്യം, റിസൾട്ടിൻ്റെ കാര്യമാണെങ്കിലും സെയിം തന്നെയാണ്. 2 ദിവസം ഇതിൻ്റെ ഒരു ഓളത്തിന് എല്ലാവരും നിങ്ങൾക്ക് റിസൾട്ട് ചോദിക്കും. ഓളെ എത്ര പ്ലസ് ഉണ്ട് 10th ചോദിക്കും. അതുപോലെ ഇത് കഴിഞ്ഞ അടുത്ത ഘട്ടത്തിലും ചോദിക്കും. അതങ്ങനെ ഒരു സൈക്കിളാണ്. അത് നമുക്കിപ്പോൾ തടഞ്ഞു വെക്കാനൊന്നും പറ്റത്തില്ല. എല്ലാവരും ചോദിക്കും. അതായിരിക്കും ഒരുപക്ഷെ എല്ലാവരുടെയും ഒരു ടെൻഷൻ. നമ്മൾ നാട്ടുകാരോട് എന്ത് പറയും, അവരോടെന്ത് പറയും, ഇവരോടെന്ത് പറയും. അത് ശരിക്കും എസ് എസ് എൽ സി എന്ന് പറയുന്നത് നിങ്ങൾ തീരെ പേടിക്കേണ്ടാത്തൊരു സംഭവമാണ്. അത്യാവശ്യം നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിലും കൂടുതൽ മാർക്ക് കിട്ടും, അല്ലെങ്കിൽ A+ കിട്ടും. അപ്പം എല്ലാവരും ധൈര്യമായിട്ടിരിക്കുക. ഓൾ ദി ബെസ്റ്റ്. നല്ല മാർക്ക് എല്ലാവർക്കും കിട്ടട്ടെ. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.